ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 200 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ 13ാം ദിനമാണ്. 13 ദിനം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഈ സിനിമ എത്തുന്നു. 3 സിനിമകൾ 200 കോടി ക്ലബിൽ കയറിയ വർഷമെന്ന് തന്നെ പറയാം. അതിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട് രണ്ടാമതെത്തുന്ന ചിത്രമായി മാറുന്നു ലോകയുടെ കളക്ഷൻ ഇന്ന് സൂപ്പർ താര ചിത്രവും വേഗത്തിലാണ് സിനിമയുടെ ഈ സിനിമ മലേഷ്യയിൽ റിലീസ് ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ ചൈനയും ജപ്പാനും ഒക്കെ പല സിനിമകളുടെ റിലീസ് സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രമുള്ള വലിയ സംവിധായകരെ വിളിച്ച് നമ്മൾ കാണുകയും ചെയ്യാം. മലേഷ്യ റിലീസ് വരികയാണ് 12ാം തീയതി സിനിമയുടെ റിലീസ് മനോഹരമെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന സിനിമയ്ക്ക് 40 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് പല സ്ഥലങ്ങളിലും ടിക്കറ്റ് കിട്ടാനില്ലാത്തതാണ്. ഇതിനോടകം തന്നെ നമ്മൾ ഉച്ചകഴിഞ്ഞിട്ടുള്ള ഷോകൾ എവിടെ നോക്കിയാലും 11-12 ദിവസത്തെ സിനിമയുടെ കളക്ഷൻ പുറത്തു വരുമ്പോൾ ഇതിനോടകം തന്നെ 503ഓളം ഷോകളാണ് കോടി വന്നു എന്നുള്ളതാണ്. സ്ക്രീനുകളാണ് സിനിമയ്ക്കുള്ളത്. ഇന്ന് സിനിമയ്ക്ക് വന്നത് 2 കോടിയോളമാണ് എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം. കാരണം ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റ് അപ്ഡേറ്റുകൾ 200 കോടിയിലേക്ക് എത്താൻ പോവുകയാണ്. മികച്ച രീതിയിലുള്ള കളക്ഷൻ 95 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്ന കളക്ഷൻ. എന്തായാലും ഓരോ ദിവസവും വലിയ രീതിയിലുള്ള ഓസ്ട്രേലിയൻ ഡോളറാണെങ്കിൽ രണ്ടാം ദിനം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഉയർച്ച നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് തന്നെ പറയാം. ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ വരുന്നു 12ാം ദിനം. ടിക്കറ്റ് കിട്ടാത്തവർ വീണ്ടും കൂടുക തന്നെയാണ്. അത് അത്രത്തോളം ജനങ്ങൾ ഈ സിനിമ കാണാൻ ക്വാളിറ്റി ആണ് അതിന്റെ എല്ലാം തന്നെ പറയാം. ഗൾഫിലും സിനിമയ്ക്ക് വമ്പൻ റിലീസ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിജയം തന്നെയാണ്. 6 ലക്ഷത്തോളം ഫുട്ഫോൾസ് ആണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. സെക്കൻഡ് പൊസിഷനിലേക്ക് എന്നുള്ള ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഇതുവരെയുള്ള മലയാള 11ാം ദിനം എന്തായാലും വലിയ വിജയമായി സിനിമ കുതിക്കുകയാണെങ്കിൽ 12ാം വാരത്തിലും സിനിമയ്ക്ക് തിരക്ക് കൂടുക തന്നെയാണ്. ഷോകളും കൂടുന്ന കാഴ്ച തന്നെ കാണാൻ കഴിയുന്നു. സാധാരണഗതിയിൽ സിനിമകൾക്ക് ഇടിവുണ്ടാകുന്ന സമയത്ത് ലോക വിസ്മയം തീർത്തുകൊണ്ട് 2ാം വാരവും കടന്നു പോവുകയാണ്. 2ാം വാരം കടക്കുമ്പോഴത്തേക്ക് 250 കോടിയാണ് ലക്ഷ്യം വെക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് കമന്റ്സിലൂടെ രേഖപ്പെടുത്താം എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ. പുതിയ റിലീസുകളും പുതിയ രാജ്യങ്ങളിലെ റിലീസുകളും അന്യദേശങ്ങളിലെ റിലീസുകളും ഗംഭീരമാകുന്നു. 1 മില്യൺ UK-യിൽ തൂക്കാനുള്ള ആ ഒരു പുറപ്പാടിലാണ്. ഇതിനോടകം തന്നെ ടോപ്പ് 5-ലാണ് സിനിമ നിൽക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് നേടിയത് 768K ആണെങ്കിൽ ആടുജീവിതം നേടിയത് 899K ആണ്. ഇവിടെ തുടരും 902 നേടിയെങ്കിൽ പൗണ്ടാണ് നേടിയെങ്കിൽ എംപുരാൻ നേടിയത് 1.61 മില്യൺ പൗണ്ടാണ്. ലോക 11 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് 823K. അതായത് ഈ ഒരു 13 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും അത് 1 മില്യണിലേക്ക് ടച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ന് ഫൈനൽ കളക്ഷൻ വരുമ്പോൾ സിനിമ വേൾഡ് വൈഡായിട്ട് 207 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ കളക്ഷൻ സിനിമ 100 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. കേരള കളക്ഷൻ 65 കോടിയിലേക്കും എത്തിയിരിക്കുന്നു. അതായത് ഇന്നത്തോടു കൂടി സിനിമ 68-69 കോടിയിലേക്ക് കേരള കളക്ഷൻ എത്തുമെന്ന് പ്രതീക്ഷയാണ്. ഓവർസീസ് കളക്ഷനും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നോടുകൂടി 97 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. അതായത് വരുന്ന ദിവസങ്ങളിൽ സിനിമ 100 കോടി വേൾഡ് ഓവർസീസിൽ നിന്നും ഡൊമസ്റ്റിക്കിൽ നിന്നും നേടുന്ന ചിത്രമായി മാറും എന്നുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രീൻ മീഡിയാസ്.